ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എനിക്ക് എല്ലാവരോടും ഒരു ബിഗ് താങ്ക് യു ആണ് പറയാനുള്ളത് കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആർക്കും റിപ്ലൈ കൊടുക്കാനുള്ള സമയം കിട്ടിയില്ല. വേറെ ഒന്നുമല്ല, എനിക്കിപ്പോൾ വീട്ടിലെ കാര്യങ്ങളും ഷോപ്പിലെ കാര്യങ്ങളും പിന്നെ ഈ അനൂസ് കിച്ചൻ്റെ വീഡിയോസും എല്ലാം കൂടി മാനേജ് ചെയ്യാനായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക, എല്ലാം ഒന്ന് ഓർഡറിലായി വരാൻ കുറച്ച് ദിവസം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് എല്ലാ കമൻസും ഒന്ന് നോക്കാനും റിപ്ലൈ ചെയ്യാനോ ഒന്നും പറ്റാതിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ബിഗ് താങ്ക് യു കേട്ടോ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്, എന്നാലും നല്ല തിരക്കുള്ള ദിവസമാണ്. ഇവിടുത്തെ ജോലികളൊക്കെ പെട്ടെന്നൊന്ന് തീർത്തിട്ട് ഷോപ്പിൽ പോകണം. അവിടെ 2-3 പ്രോഡക്റ്റിൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ റെസിപ്പി വീഡിയോ ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് സൺഡേ ഒരു പെട്ടെന്നൊരു വ്ളോഗായിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. കുറച്ച് ഗ്രീൻ പീസ് കറി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. പക്ഷേ മാവൊന്നുമില്ല, അപ്പം ദോശമാവെല്ലാം തീർന്നു. ഇനിയിപ്പോൾ ഞാനൊരു ഒറട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഗോതമ്പ് ഒറട്ടിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഒരു പാനിലോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ, മക്കളില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും മാത്രമുള്ള ഒരു അളവിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് നിറമൊന്നും മാറരുത്. 2-3 മിനിറ്റ് ചെറിയ തീയിലിട്ടിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു മണം വരും. ആ ഗോതമ്പ് പൊടി മൂക്കുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, അതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഇതിനകത്ത് ചെറിയൊരു പശ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊടി ഒന്ന് വറുത്ത് ചെയ്യുന്നത്. അരിപ്പൊടി സാധാരണ നമ്മൾ ഉരട്ടി ഉണ്ടാക്കുന്നത് വറുത്ത അരിപ്പൊടിയാണല്ലോ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും ഒന്ന് വറുത്തെടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇതായിട്ടുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. ഈ പാൻ നല്ല ചൂടായിരിക്കും, അപ്പോൾ അതിനകത്ത് ഇരുന്ന് വീണ്ടും മൂത്ത് പോകരുത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് മാറ്റണം. ഇനി പാനിൽ തന്നെയാണ് നമ്മൾ മാവ് ചൂടുവെള്ളത്തിൽ കുഴച്ചും എടുക്കുന്നത് കേട്ടോ. ഇതിനകത്തോട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിക്ക് അനുസരിച്ച് ചിലപ്പോൾ ഒരല്പം വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരാം. അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു 1/4 കപ്പൊക്കെ ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അരിപ്പൊടി വെച്ച് ഉരട്ടി ഉണ്ടാക്കുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അഥവാ കുറച്ച് കൂടിയോ കുറഞ്ഞൊക്കെ പോയാലും നമുക്ക് മാവ് ചേർത്തോ അല്ലെങ്കിൽ ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളം ചേർത്തോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വെള്ളത്തിലോട്ട് തന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു 1 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ. ഈ വെള്ളം നല്ലപോലെ ഒന്ന് വെട്ടി തിളച്ച് വരണം. ഇതിനകത്ത് കുറച്ച് തേങ്ങ ചേർക്കണം. തേങ്ങ ചെറിയതൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. എനിക്കിവിടെ സഹായിക്കാൻ വരുന്ന ചേച്ചി ഉണ്ടല്ലോ, അപ്പോൾ പുള്ളിക്കാരി വരുന്നതിൻ്റെ അന്ന് തേങ്ങയൊക്കെ ചിരകി കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ച് തരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതേ വെള്ളം നല്ലപോലെ തിളച്ചു. അതിനകത്തേക്ക് ഒരു 2 പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. തീരെ കുറഞ്ഞു പോകാതിരുന്നാൽ മതി. കുറച്ച് തേങ്ങയുടെ ഒരു ടേസ്റ്റ് വരുമ്പോഴാണ് ഉരട്ടി കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ അതായത് നല്ലപോലെ വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ച പൊടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ആ പൊടിയിലോട്ട് വെള്ളമെല്ലാം പിടിച്ച് നല്ല ഡ്രൈ ആയിട്ട് വരണം. സാധാരണ പൊടി വെച്ചിട്ടുള്ള ഉരട്ടി ഉണ്ടാക്കുമ്പോൾ വരുന്ന പോലെ ഇതുപോലെ ആയിട്ട് വരണം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് അഥവാ ഇത് ഒത്തിരി വെള്ളം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി, വറുക്കാത്ത ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമില്ല, കുറച്ചൊന്ന് ഇട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി. അതല്ല ഒത്തിരി ഡ്രൈ ആയിട്ട് പോകാൻ തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അരിപ്പൊടി വെച്ചുള്ള ഉരട്ടി പോലെയല്ല, കുറച്ചൊക്കെ നമുക്ക് അതിൻ്റെ ഒരു പാകം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാണ്. അപ്പോൾ ഈ മാവിൻ്റെ പരുവം ഇതാണ് കേട്ടോ, കണ്ടോ? തൊടുമ്പം കയ്യിൽ ഒട്ടരുത്. ഓക്കെ, ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ ചൂടോടുകൂടി തന്നെ കുഴയ്ക്കണം. അപ്പം കയ്യിൽ ചൂട് തട്ടാതിരിക്കാനായിട്ട് ഒരു ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൈ അങ്ങനെ ഇതൊന്ന് മുക്കിയിട്ട് കുഴച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വരാനായിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഒരുപാട് സമയം കുഴയ്ക്കൊന്നും വേണ്ട. അപ്പോൾ മാവ് നല്ലപോലെ കുഴച്ചെടുത്തു. ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് അത് പരത്തി എടുക്കാം.
ഒറട്ടി കൈവച്ചാണ് സാധാരണ പരത്തുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വെച്ച് പരത്തുമ്പം ഈസി ആയിട്ട് നമുക്ക് അത് ഇളക്കി എടുക്കാൻ പറ്റും, ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കില്ല. അതല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണിയിൽ പരത്തിയാലും മതി. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകളിലോട്ട് ഒരല്പം എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. ഓരോ തവണയും എണ്ണ തേക്കണമെന്നില്ല, ആദ്യത്തെ പ്രാവശ്യം തേച്ചാൽ മതി, പിന്നെ അത് ഒട്ടി പിടിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നല്ലപോലെ ഒന്ന് എണ്ണ തേച്ചിട്ട് ആവശ്യത്തിനുള്ള മാവെടുക്കാം. ഓക്കെ, ഒരട്ടി എപ്പോഴും കുറച്ച് കട്ടിക്കാണ് പരത്തുന്നത്, തീരെ കനം കുറച്ചിട്ടല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള മാവെടുക്കണം. ഓക്കെ, എന്നിട്ട് കൈവച്ച് തന്നെ പരത്തി കൊടുക്കാം. ബാക്കിയുള്ള മാവ് എപ്പോഴും അടച്ച് തന്നെ വെക്കണം കേട്ടോ, ഡ്രൈ ആയി പോകാതെ നോക്കണം. പരത്താനായിട്ട് ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ കൈയുടെ ഈ ഒരു ഭാവം വെച്ചിട്ടാണ് പരത്തേണ്ടത്. ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഇടയ്ക്കിടയ്ക്കൊന്ന് കൈ ഒന്ന് വെള്ളത്തിൽ തൊട്ടിട്ട് പരത്തിയാലും മതി. പക്ഷേ അങ്ങനെ അതിന് വേണ്ടി വരില്ല, ഈസി ആയിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കനത്തിലാണ് ഞാൻ പരത്തിയിരിക്കുന്നത്. അപ്പം ഒരു ദോശക്കല്ല് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചുട്ടെടുക്കണം കേട്ടോ. അതിന് ഇച്ചിരി കട്ടിയുണ്ട്, പിന്നെ നല്ലോണം വേവണമല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 സൈഡും നല്ല മുരിഞ്ഞൊക്കെ വരണം. അപ്പോൾ എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം. അപ്പോൾ ഒരെണ്ണം ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അടുത്തതും പരത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് റെഡിയായി കണ്ടോ. 2 സൈഡും ഇതുപോലെ നല്ല മൊരിഞ്ഞ് വരണം. അപ്പോഴേക്കും അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒറട്ടി കറിയൊന്നും ഇല്ലാതെ തന്നെ വെറുതെ ഒരു ചായയുടെ കട്ടൻ ചായയുടെ ഒക്കെ കൂടെ നല്ല ചൂടോടുകൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. തേങ്ങയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ് എല്ലാത്തിൻ്റെയും കൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് കറി ഫ്രിഡ്ജിലുണ്ടായിരുന്നതെടുത്ത് ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടി ആവുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഒരട്ടിയെല്ലാം ഏകദേശം ഞാൻ ചുട്ട് കഴിഞ്ഞു. പിന്നെ ലഞ്ച് ഉണ്ടാക്കുന്നില്ല. ഹസ്ബൻഡിന് മോനെയും കൊണ്ടൊന്ന് പുറത്ത് പോകണം, അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ലുലു മോളിലൊക്കെ പോവാണ്. അപ്പോൾ അവരവിടെ നിന്ന് ഫുഡ് കഴിച്ചോളും. മോൾ അമ്മയുടെ അടുത്താണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ലഞ്ച് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഞാൻ ഉച്ചയാകുമ്പോൾ അമ്മയുടെ അടുത്ത് പോയി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഷോപ്പിൽ പോകണം. അപ്പോൾ ഞങ്ങളിത് ഷോപ്പിലെത്തി. എനിക്ക് 2-3 പ്രോഡക്റ്റ് വീഡിയോസ് ചെയ്യാനുണ്ട്. പിന്നെ തലേദിവസം വൈകിട്ട് വന്ന കുറച്ച് ഓർഡേഴ്സ് എല്ലാം പാക്ക് ചെയ്തൊക്കെ വെക്കാനുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒരു 3-4 മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം സൺഡേ ആയതുകൊണ്ട് കുട്ടികൾ വീട്ടിലുള്ളതുകൊണ്ട് അമ്മ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ അടുത്താണ്. തിങ്കളാഴ്ച രാവിലെ അയക്കാനുള്ള ഐറ്റംസാണ്. അപ്പോൾ അത് ഇന്ന് തന്നെ പാക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ നാളെ രാവിലെ ആകുമ്പോൾ പിന്നെ ഭയങ്കര തിരക്കായി പോകണം. നാളെ ഞാനൊരു പ്രോഡക്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓർഡേഴ്സൊക്കെ ആരെങ്കിലും ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെയും കൂടി തിരക്ക് വരുമല്ലോ. അപ്പോൾ ആദ്യം പുതിയ കളക്ഷൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു. പിന്നെ അയക്കാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചേക്കാളും സമയമെടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ അമ്മയുടെ അടുത്തോട്ട് പോകാൻ സമയമില്ല. കാരണം വൈകിട്ട് അച്ഛനും അമ്മയ്ക്കും കൂടി പുറത്ത് ഒരു സ്ഥലത്ത് പോകാനുണ്ട്.
അപ്പോൾ ഇനിയിപ്പോൾ അമ്മ ഫുഡ് കൊണ്ട് തരാമെന്ന് പറഞ്ഞു എനിക്ക്. അപ്പോൾ അവർ വരും. അതിന് മുന്നേ ഇതെല്ലാം തീർത്ത് വെച്ചിട്ട് ഇരിക്കണം. മോളെയും കൊണ്ട് തിരിച്ച് വീട്ടിൽ പോകണം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. നമ്മൾ പാക്ക് ചെയ്തൊക്കെ കഴിയുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് നേരം നിന്ന് കഴിയുമ്പോൾ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതാ പൂട്ടി ഇറങ്ങുകയാണ്. അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വീട്ടിലെത്തി. അമ്മ ദാ ചോറൊക്കെ പാത്രത്തിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കപ്പയും മീൻകറിയും ചോറും ഒക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ ഡേ സൺഡേ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷേ അതിന് പറ്റിയില്ല. കാരണം ഇത്രയായപ്പോൾ തന്നെ ക്ഷീണമായി കേട്ടോ. കാരണം ഇനി ഈ അനൂസ് കിച്ചൻ്റെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം. പിന്നെ അനോഖയിൽ ഇടാനുള്ള പ്രോഡക്റ്റ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യണം. അതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഫുൾ ഡേ വ്ളോഗ് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്തൊരു വ്ളോഗോ റെസിപ്പിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.